കുറക്കാനിനി എനിക്കറിയാം. കേൾക്കട്ടെ ഞാൻ പാടി. കാരണം ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ശ്രീനാഥ് ഭാസിയാണ്. പാടുക മാത്രമല്ല, ഇൻഫാക്ട് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും ശ്രീനാഥ് ഭാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വേറൊരാളുടെ മ്യൂസിക്കിൽ ശ്രീനാഥ് ഭാസി വരികൾ എഴുതി പാടുന്നത്. ഇതുവരെയുള്ളതെല്ലാം ഓൺ കമ്പോസിഷൻസ് ആയിരുന്നു. സോ ബിഫോർ വി ലോഞ്ച്, yes, something from the team. Okay. So I was just about to ask you, പാടാൻ പറ്റുമോന്ന്. Then I got the information. ഇതൊരു സർപ്രൈസ് സോങ് ആണ്. സോ ഇപ്പം നമ്മൾ പാടുന്നതല്ല. But I want you here. സ്റ്റേജിൽ തന്നെ നിൽക്കണം. We'll definitely be doing the official launch. ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The very beautiful actress Neena Kuru. നല്ലൊരു കൈയ്യടി നൽകി തന്നെ നീന മാമിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Very gorgeous. കഴിഞ്ഞ 20-25 years ആയിട്ട് മാം ഇൻഡസ്ട്രിയിലുണ്ട്. ബട്ട് ഷീ സ്റ്റിൽ ലുക്സ് ദ സെയിം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ആൻഡ് ഞാനിങ്ങനെ അറിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം മാമിന് എക്സ്ട്രാ സ്പെഷ്യൽ ആണല്ലേ. ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഇല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നീന മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഉഗ്രൻ കൈയ്യടി നൽകി നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. വിഷിംഗ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻഡ് നൗ വേദിയിലെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് അടുത്ത സോങ് ലോഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൂവിംഗ് ഓൺ ടു ദ ലോഞ്ച് ഓഫ് ദ നെക്സ്റ്റ് സോങ്. ശ്രീനാഥ് ഭാസി പാടിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടാത്ത സസ്പെൻസ് ആയിട്ട് വെക്കുന്ന ആ ഒരു സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കടക്കുന്നു. I request the cover to be brought on stage. Yes. ഭാസി പാടുമെന്നാണ്. പാടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും. ഇൻ കേസ് പാടാൻ പറ്റില്ലെങ്കിൽ ഈ റിക്വസ്റ്റ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. പാടി നോക്കണ ഓർമ്മയുണ്ടോ? ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയാം. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ഗോപി ചേട്ടാ. താങ്ക് യു. എന്താ പറഞ്ഞോ? എന്നെ കൊണ്ട് തിരുത്തിയായിരുന്നു സലാം ബുഹാരി. അതാണ് ആദ്യത്തെ. എനിക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക്. പറക്കാനിനെനിക്കറിയാം, എൻ മനസ്തുതിയാ ഇതെനിക്കറിയാം. കുറക്കാനിനെനിക്കറിയാം. ഇതാണ് വെറുതെ കേൾക്കട്ടെ, ഞാൻ പാടി നശിപ്പിക്കണ്ട. So I hope you guys enjoy it. So I'll leave it there. Thank you for the opportunity. Thank you so much, Srinath Bhasi.